നിങ്ങൾക്ക് വില കൂടുതലായിട്ട് സാധനം കിട്ടുമ്പോൾ നിങ്ങളുടെ ഭക്ഷണവസ്തുക്കളുടെ വില നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നവരാണ് ഭരണാധികാരികളും അതുപോലെ തന്നെ സമൂഹത്തിലെ ഉന്നതരായ കുറെ ആളുകളും. ഇവിടെ നാം ചിന്തിക്കണം, വിട്ടാൽ സാധാരണക്കാരൻ ആഹാരം കഴിക്കുന്ന കേരളത്തിലെ ഏതാണ്ട് 70% ഇവിടത്തെ നമുക്കറിയാം യുവജന സംഘടനകൾ, അതിനു മുന്നിൽ കൊടിപിടിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന യുവജന സംഘടനകൾ ഈ സമൂഹത്തെയും കുടുംബ ബഡ്ജറ്റിനെയും ഒപ്പം തന്നെ ചെറുകിട ഭക്ഷണ വിതരണ മേഖലയെയും ബാധിക്കുന്ന ഇത്രയും വലിയൊരു വിലക്കയറ്റം ഉണ്ടായിട്ട് എന്തുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഇവിടെ ഭരണകക്ഷി മാത്രമല്ല പ്രതിപക്ഷങ്ങളുമുണ്ട്. എന്തുകൊണ്ടാണ് സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു സാമൂഹിക സംഘടന എന്ന നിലയിൽ, ഒരു വ്യാപാര സംഘടന എന്ന നിലയിൽ, സമൂഹത്തെ ബാധിക്കുന്ന ഏത് വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഞങ്ങൾ സമൂഹത്തെ ബാധിക്കുന്ന, ഇന്ന് സമൂഹത്തിന് ജീവിക്കാൻ പറ്റാത്ത ഇങ്ങനെയൊരവസ്ഥയിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് ശക്തമായ ഒരു പ്രതിഷേധ സമരത്തിനാണ് കേരളത്തിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ജില്ലാ സമരങ്ങൾ കൊണ്ട് ഈ സമരം RSS സ്വയംഭരണ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് കൊല്ലം കോർപ്പറേഷൻ അടക്കം പലപ്പോഴും പ്രതികാര നടപടിയോടുകൂടി ഇവിടുത്തെ വ്യാപാര സമൂഹത്തെ കാണുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാനുള്ള ആർജവം ഇവിടുത്തെ സംഘടനകൾക്ക്, പ്രത്യേകിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഉണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് GST വന്നപ്പോൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആണെന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ഞങ്ങളെ ഇങ്ങനെയുള്ള ഉമ്മാക്കികളൊന്നും കാണിച്ച് പേടിപ്പിക്കാനായിട്ട് ആരെങ്കിലും വന്നാൽ ഒരിക്കലും ഞങ്ങൾ അത് അനുവദിച്ചു തരികയില്ല. ഇവിടെ ഒരു കാര്യം കൂടി ആമുഖമായിട്ട് തന്നെ പറഞ്ഞുകൊള്ളാം. നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത്, പ്രത്യേകിച്ച് കേരളം പോലെ സാന്ദ്രതയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാൻ അനുവാദം കൊടുത്തുകൊണ്ട് ആ മാലിന്യ സംസ്കരണ പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതൊരു വശം മാത്രം. കാരണം സമൂഹത്തിൽ വിരോധം നടത്താനും ഈ സംഘടനയ്ക്ക് കഴിയുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നഗരപാലികാ നിയമത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നു, ആരാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത്? നഗരസഭകളുടെയും പഞ്ചായത്തുകളുടെയും ഉത്തരവാദിത്തമാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വ്യാപാരികൾക്ക് അതിനെതിരെ കൊടിപിടിക്കുന്ന ഏത് പാർട്ടിയായാലും അതിനെതിരെ കൊടിപിടിക്കുന്ന ഇടുങ്ങി ചിന്താഗതിയുള്ള ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉള്ളിടത്തോളം കാലം ഇവിടെ ഒരു മാലിന്യ സംസ്കരണവും നടക്കാൻ പോകുന്നില്ല എന്ന് അധികാരികളെ ഓർമ്മിപ്പിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ സംസ്കാരം മാറണം. വ്യാപാരികളുടെ മാത്രം പോരാ, ജനപ്രതിനിധികളുടെ ചിന്താഗതി മാറണം. അപ്പോൾ ആദ്യം മാറേണ്ടത് നാം MLA-മാര്, MP-മാര്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊരു രാജ്യത്തിന്റെയും അടിസ്ഥാന സമ്പത്ത് എന്ന് പറയുന്നത് ചെറുകിട വ്യാപാരികളും കർഷകരുമാണ്. അവരെ നിലനിർത്തുന്ന ഏതൊരു രാജ്യം മാത്രമാണ് സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അതല്ലാതെ റിലയൻസിനെയും അദാനി പോലുള്ള വൻകുത്തകളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചെറുകിട വ്യാപാരികളുടെ 5% GST ജനങ്ങളിൽ നിന്ന് നാം പിരിച്ച് ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. എന്നാൽ മറ്റൊരു ഭാഗം, അതായത് നാം പിരിക്കാത്തതിനും GST കൊടുക്കണം. കോമ്പോസ്റ്റ് സാധനങ്ങൾ പിടിച്ചെടുക്കാൻ അധികാരമില്ലാത്ത ഹെൽത്ത് ഉദ്യോഗസ്ഥർ 2011 കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത FSSA നിയമപ്രകാരം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഒരു ഹെൽത്ത് ഉദ്യോഗസ്ഥനും ഭക്ഷണ സാധനങ്ങൾക്ക് പിടിച്ചെടുക്കാനുള്ള അധികാരമില്ല. ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഇന്ന് ഒരു ചാക്ക് സവോള വേണം ഒരു സാധാരണ ഹോട്ടലിൽ പ്രവർത്തിക്കാൻ. ഒരു ചാക്ക് സവോളയ്ക്ക് 20 രൂപ എന്നത് ഇന്ന് 40-45 മാറ്റി. 1000 രൂപയാണ് സവോളയുടെ മാത്രം. ശമ്പളം കൊടുക്കാൻ പറ്റാതെ കയ്യും വീശി വെറുതെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് നികുതി എന്ന് പറയുന്നതുകൊണ്ട്, ഫൈൻ എന്ന് പറഞ്ഞുകൊണ്ട് FSSAയുടെ 10,000, അതുകൂടാതെ മുനിസിപ്പാലിറ്റിയുടെ 5000, അങ്ങനെ ഒത്തിരിയേറെ ടാക്സുകളും അതിനിടയ്ക്കും ഫൈനുകളും ഒക്കെ വന്നാൽ ഈ പ്രസ്ഥാനം എങ്ങനെ പിടിച്ചു നിൽക്കും? ഈ ബിസിനസ് എങ്ങനെ പിടിച്ചു നിൽക്കും? ഇവിടെ ഹോട്ടലുകാരെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. ഇവിടെ ബജറ്റിന്റെ താളം തെറ്റിക്കുന്ന ഓരോ ഹോട്ടലുടമയ്ക്കും ഒരു കുടുംബമുണ്ട് എന്നുള്ള ചിന്ത നമുക്ക് വേണം. അപ്പോൾ സ്വന്തം കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്ന, ജീവിക്കാൻ അനുവദിക്കാത്ത ഇങ്ങനെയുള്ള ഭരണ സംവിധാനങ്ങളോട് ശക്തമായിട്ട് പ്രതികരിക്കുമ്പോൾ അതിന് ജനസമൂഹവും ഒരുമിച്ച് നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇന്നിവിടെ ഈ രീതിയിലുള്ളൊരു പ്രതിഷേധ പ്രകടനം നടത്തിയ
ജില്ലാ കമ്മിറ്റിയെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തു.